നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ പുതിയൊരു വാർത്ത കയറി കൊളത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നടൻ ഷൈൻ ടോം ചാക്കോ. അത് നാവ് കുഴഞ്ഞ് സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം ഡാൻസ് ഓഫ് ടീമിനെ കണ്ട് റൂമിൽ നിന്ന് താമസിക്കുന്ന ലോഡ്ജ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എന്നതാണ് പുതിയ വാർത്ത. അതിനോട് അനുബന്ധിച്ച് തന്നെ ഇന്നലെ വേറൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു നടനെ പറ്റി ഇതേപോലെ MDMA ഉപയോഗിക്കുന്നു എന്ന രീതിയിലൊരു വാർത്ത. ആ നടൻ ആരാണെന്ന് ആ നടി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ആ നടൻ്റെ പേര് വെളിപ്പെടുത്തി. ആ നടൻ്റെ പേരും ഈ ഇറങ്ങി ഓടിയ ആളുടെ പേരും ഒന്ന് തന്നെ ആയതുകൊണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. നമ്മുടെ മലയാള സിനിമ എത്രത്തോളം എന്താ പറയുക, ഗുണമായിട്ടുള്ള കണ്ടൻറ്റുകൾ നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കണ്ടൻറ്റുകൾക്ക് ക്ഷാമമൊന്നുമില്ല, പക്ഷെ അത് വേറെ രീതിയിലേക്ക് മാറിയെന്ന് മാത്രം. അതിൻ്റെ കണ്ടൻറ്റുകൾ വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആസ്വാദന നിലവാരം വേറൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ ആ ഒരു ആക്ടേഴ്സും ഇപ്പോഴത്തെ ഈ കോപ്രായം കാണിക്കുന്ന കുറച്ച് ആളുകളും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം പ്രവൃത്തി പുറത്തേക്ക് വരുന്നതിലൂടെയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് മുൻപും ഇതുപോലെ ആരോപണങ്ങളുണ്ടായിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കേസിൽ നിന്ന് ഒഴിവായിട്ട് ഇപ്പോൾ അടുത്ത് ആണ് ഇദ്ദേഹം ആ ഒരു കേസ് തന്നെ ഇദ്ദേഹത്തിന് കേസില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ മലയാള സിനിമയിലെ പുതുമുഖങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ MDMA കഴിക്കുന്നവരാണോ എന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാവരും ഇത്തരത്തിൽ MDMA യൂസ് ചെയ്യുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. പക്ഷേ അതിന് പറയിപ്പിക്കാനായിട്ട് കുറച്ച് പേരുണ്ട്. എങ്കിൽ ഈ ഒരു സംഘടനയുണ്ട് ഇവർക്ക്, ഈ അമ്മ എന്ന് പറയുന്നൊരു സംഘടന. ഈ ഒരു സംഘടന എന്താണ് ഇതിനൊരു നടപടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചു വെറുപ്പിക്കാതെ അതിന് തീർച്ചയായിട്ടും അതിനൊരു പ്രതിരോധം തീർക്കേണ്ടത് സംഘടന എന്ന നിലയ്ക്ക് മലയാള സിനിമ അസോസിയേഷൻ തന്നെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന. അവർക്കതിൻ്റേതായ സ്ട്രെങ്ത് ഉണ്ട്. ആ ഒരു സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇത്തരം ആളുകൾ നിയന്ത്രിക്കേണ്ട സമയത്ത് അതിനെ അഴിച്ചു വിടുകയാണ്. ഒരു നിയന്ത്രണവും ഇവരെ ഏർപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കഞ്ചാവും MDMA ഒക്കെ വാഴുന്ന മലയാള സിനിമ, പണ്ടത്തെ സിനിമ എന്താ പറയുക, സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. ഇത് കൂടുതൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തടയിടാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ സംഘടനകൾക്കോ കഴിവില്ലേ എന്ന് ചോദിച്ചാൽ കഴിവുണ്ട്. എന്തുകൊണ്ടാണ് അവർ അത് നിയന്ത്രിക്കാതെ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും അത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട കാലം എന്നേ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഷൈൻ ടോം ചാക്കോ ഇല്ലെങ്കിൽ മലയാള സിനിമ ഓടില്ലേ? എത്രയോ കഴിവുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെല്ലാം ഇതേ രീതിയിൽ ഇതൊരു മാതൃകയായിട്ട് ഇപ്പോൾ ആളുകളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. സിനിമാ സെറ്റുകളിൽ ലഹരിയില്ലെങ്കിൽ ആ ഒരു സെറ്റല്ല എന്ന രീതിയിലൊക്കെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ ആ സെറ്റിനുള്ള ആളുകളൊക്കെ കരുതുന്നത് എന്നതാണ് പുതിയ ചിന്താഗതിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള കുറച്ച് നടന്മാർ മലയാള സിനിമയിലുണ്ട്. ഈ ഷൈൻ എന്നു പേരുള്ള എല്ലാവരും കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഷൈൻ ടോം ചാക്കോ, ഷൈൻ നിഗം പോലുള്ള കുറച്ച് നടന്മാരുടെ പേരിലാണ് ഇത്തരം ആരോപണങ്ങൾ മുന്നേ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി, അങ്ങനെ കുറച്ച് പേര്. അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ബാൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, സെലിബ്രിറ്റീസാണ്. അവർ തന്നെ ഇത്തരത്തിൽ MDMA ഉപയോഗിച്ച് പിന്നെ ജനങ്ങൾക്കിടയിലൊരു പൊതുബോധം സൃഷ്ടിക്കുകയാണ്. ഇത് ആർക്കും എന്തും ആവാം എന്ന രീതിയിൽ വരുന്ന ആക്ടേഴ്സും അതുപോലെ തന്നെ ഇനി പുതുതലമുറയിലെ എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു പ്രവണത സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇന്ന് തന്നെ ഈ MDMAക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിൽ സ്വീകാര്യരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവണത നിർത്തുക തന്നെ വേണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റും അതുപോലെ തന്നെ സിനിമാ സംഘടനകളും ഇതിനെ ശക്തമായിട്ട് അപലപിച്ച് അതിന് ശക്തമായിട്ടുള്ള നടപടി, അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ
ഇത്തരം പ്രവണതകൾ ഇല്ലാതാവുകയുള്ളൂ. എന്തായാലും ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കി അവരെ ബാൻ ചെയ്ത് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും MDMA നമ്മുടെ നാടിനെ ഇങ്ങനെ കാർന്ന് തിന്നുന്ന വാർത്തകളാണ് അനുദിനം നമുക്ക് കാണാനായിട്ട് പറ്റുക. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അതിനെതിരെ എന്തായാലും പ്രതികരിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എന്തായാലും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൺമുന്നിൽ കാണുകയാണെങ്കിൽ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കട്ടെ.